കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംഫർട്ടബിൾ പൊസിഷൻസിനെ പറ്റിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ എ liver biopsy the patient should placed in which position? Options are supine position, Trendelenburg position, left lateral position, right lateral position. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, റൈറ്റ് ലാറ്ററൽ പൊസിഷൻ. അതായത് അനാറ്റമിക്കലി ലിവർ സിറ്റുവേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡിലാണ്. സോ ലിവർ ബയോപ്സിക്ക് ശേഷം പേഷ്യന്റിനെ റൈറ്റ് സൈഡിലേക്ക് ചരിച്ച് കിടത്തുമ്പോൾ ലിവറിന്റെ ഏരിയയിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ആ പ്രഷർ കാരണം ലിവറിൽ നിന്നും ബ്ലഡും ബൈലും ഒക്കെ പുറത്തേക്ക് വരുന്നത് കുറയുന്നു. അതായത് എസ്കേപ്പ് ഓഫ് ബൈൽ ആൻഡ് ബ്ലഡ് ഫ്രം ദ ലിവർ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് ലാറ്ററൽ പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഡ്യൂറിങ് ദ പ്രൊസീജിയർ, അതായത് ലിവർ ബയോപ്സി നടത്തുന്നതിന് വേണ്ടി പേഷ്യന്റിനെ നമ്മൾ പൊസിഷൻ ചെയ്യുന്നത് സുപ്പൈൻ പൊസിഷനിലാണ്. സുപ്പൈൻ പൊസിഷനിൽ പേഷ്യന്റിന്റെ റൈറ്റ് ആം ഹെഡിന് ഓവറിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പൊസിഷനിൽ കിടക്കുമ്പോൾ നമുക്ക് മാക്സിമം ലിവർ ഏരിയ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡ്യൂറിങ് ലിവർ ബയോപ്സി പേഷ്യന്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ സുപ്പൈൻ പൊസിഷൻ വിത്ത് എക്സ്റ്റെൻഡഡ് റൈറ്റ് ആം ഓവർ ദ ഹെഡ്. And after liver biopsy, patient should be placed in right lateral position. Next question, which position is suitable for the insertion of a nasogastric tube? Options are high Fowler's position, lateral position, supine position, reverse Trendelenburg position. The correct answer option A, high Fowler's position. അതായത് നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിൻ്റെ ആസ്പിരേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പേഷ്യൻറ്റിന് ഹൈ ഫൗളേഴ്സ് ഓർ സിറ്റിംഗ് പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ ട്യൂബ് ഫീഡിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ട്യൂബിൽ ഇറിഗേഷൻ നടത്തുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ഹെഡ് എൻഡ് ഓഫ് ദ ബെഡ് എലിവേറ്റ് ചെയ്തിരിക്കണം 30 to 45 ഡിഗ്രി. ദറ്റ് ഈസ് പേഷ്യൻറ്റിന് ട്യൂബ് ഫീഡിങ്ങിനോട് ഇറിഗേഷന് സെമി ഫൗളേഴ്സ് പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Next question, which patient will benefit from elevated head end of the bed? Options are patients who had lumbar puncture, who had burns in the face and neck, who had amputation of lower extremity, who had hemorrhoidectomy. Then the correct answer is option B, patient who had burns in the face and neck. അതായത് ഫേസിലും നെക്കിലുമൊക്കെ ബേൺസ് ഉള്ള പേഷ്യൻറ്റിന് എഡിമ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ബെഡിൻ്റെ ഹെഡ് എൻഡ് എലിവേറ്റ് ചെയ്യുന്നത് മൂലം ആ റീജിയനിലൊക്കെയുള്ള എഡിമ ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും. പിന്നെ മറ്റ് ഓപ്ഷൻസ് ലംബാർ പങ്ചർ. ലംബാർ പങ്ചർ കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് എപ്പോഴും നമ്മൾ സുപ്പൈൻ പൊസിഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ആംപ്യൂട്ടേഷൻ ഓഫ് ലോവർ എക്സ്ട്രിമിറ്റി. ലോവർ എക്സ്ട്രിമിറ്റി ആംപ്യൂട്ടേഷൻ നടത്തിയ പേഷ്യൻറ്റിൻ്റെ ഫൂട്ട് എൻഡ് ഓഫ് ദ ബെഡ് ആയിരിക്കണം എലിവേറ്റ് ചെയ്യേണ്ടത്. ദെൻ പേഷ്യൻറ്റ് വിത്ത് ഹെമറോയിഡെക്ടമി. ആഫ്റ്റർ ഹെമറോയിഡെക്ടമി നമ്മൾ പേഷ്യൻറ്റിന് സൈഡ് ലൈൻ ഓർ ലാറ്ററൽ പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ആ പൊസിഷൻ മൂലം പേഷ്യൻറ്റിൻ്റെ ബ്ലീഡിങ്ങും പെയിനും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വിച്ച് പേഷ്യൻറ്റ് ദ ഹെഡ് എൻഡ് ഓഫ് ദ ബെഡ് ഷുഡ് കീപ് ഫ്ലാറ്റ്? ഓപ്ഷൻസ് ആർ പേഷ്യൻസ് വിത്ത് സെറിബ്രൽ അന്യൂറിസം, പേഷ്യൻസ് വിത്ത് ഹെമറേജിക് സ്ട്രോക്ക്, പേഷ്യൻസ് വിത്ത് ഓട്ടോണോമിക് ഡിസ്റിഫ്ലെക്സിയ, പേഷ്യൻറ്റ് വിത്ത് ഇസ്കീമിക് സ്ട്രോക്ക്. The correct answer is option D, patient with ischemic stroke. അതായത് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ബ്രെയിനിലേക്ക് ഉണ്ടാകുന്ന ബ്ലഡ് സപ്ലൈയിലുള്ള ബ്ലോക്കേജ് ആണ്. അങ്ങനെയുള്ള കേസസിൽ പേഷ്യൻറ്റിൻ്റെ ഹെഡ് എൻഡ് എപ്പോഴും ഫ്ലാറ്റാക്കി വെക്കുക. നെക്കിൻ്റെ ഹിപ്പിൻ്റെ ഒന്നും ഫ്ലെക്ഷൻ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പീനസ് ഡ്രൈനേജിനെ ബാധിക്കും. സോ ഇസ്കീമിക് സ്ട്രോക്കിൻ്റെ കേസിലാണ് ബെഡ് എൻഡ് ഫ്ലാറ്റാക്കി വെക്കേണ്ടത്. മറ്റ് ഓപ്ഷൻസ് സെറിബ്രൽ അന്യൂറിസം. സെറിബ്രൽ അന്യൂറിസം എന്ന് പറഞ്ഞാൽ ബ്രെയിനിലുള്ള ഏതെങ്കിലും ഒരു ആർട്ടറിയുടെ വോളിലുണ്ടാകുന്ന വീക്ക്നെസ് മൂലമുണ്ടാകുന്ന ബൾജിങ്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പേഷ്യൻസിന് എപ്പോഴും സെമി ടു ഹൈ ഫൗളേഴ്സ് പൊസിഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് ഈ പൊസിഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് ബ്രെയിൻ റീജിയൻ അല്ലെങ്കിൽ ആ ഒരു ആർട്ടീരിയൽ റീജിയനിലുള്ള പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കും. നെക്സ്റ്റ് കേസ് പേഷ്യൻസ് വിത്ത് ഹെമറേജിക് സ്ട്രോക്ക്. ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലുള്ള ഏതെങ്കിലും ഒരു ആർട്ടറിയുടെ റപ്ചർ ഉണ്ടാകുന്നു, അങ്ങനെ ബ്ലഡിൻ്റെ പൂളിംഗ് ഉണ്ടാകുന്നതാണ് ഹെമറേജിക് സ്ട്രോക്ക്. അങ്ങനെയുള്ള കേസസിൽ പേഷ്യൻറ്റിൻ്റെ ഹെഡ് എൻഡ് ഓഫ് ദ ബെഡ് ഒരു 30 ഡിഗ്രി എലിവേറ്റ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വൺ
ഓട്ടോണോമിക് ഡിസ്റിഫ്ലക്സിയ. ഓട്ടോണോമിക് ഡിസ്റിഫ്ലക്സിയയുടെ കേസിൽ നമ്മളുടെ ബ്ലഡ് പ്രഷർ എക്സ്ട്രീംലി ഹൈ ആയിക്കൊണ്ടേയിരിക്കുന്നു. ആ കേസിൽ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി പേഷ്യൻസിന് ഹൈ ഫൗളേഴ്സ് പൊസിഷൻ പ്രൊവൈഡ് ചെയ്യണം. ഹൈ ഫൗളേഴ്സ് പൊസിഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വെന്റിലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഹൈപ്പർടെൻസീവ് സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാനും ഈ പൊസിഷൻ സഹായിക്കും. സോ ബെഡ് എൻഡ് ഫ്ലാറ്റ് ആക്കി വെക്കേണ്ട പൊസിഷൻ പേഷ്യന്റ് വിത്ത് ഇസ്കീമിക് സ്ട്രോക്ക്. നെക്സ്റ്റ് വൺ, ദ പേഷ്യന്റ് ഹു സസ്പെക്ട് എയർ എംബോളിസം ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ വിച്ച് പൊസിഷൻ? ഓപ്ഷൻസ് ആർ സുപ്പൈൻ പൊസിഷൻ, Trendelenburg and on their left side, reverse Trendelenburg and on their right side. എയർ എംബോളിസം എന്ന് പറഞ്ഞാൽ എംബോളൈ ഓർ എയർ ബബിൾസ് മൂലം ബ്ലഡ് വെസൽസിന് ഉണ്ടാകുന്ന ബ്ലോക്കേജ്. സോ ഇതിൽ നമ്മളുടെ എയിം എന്താണ്? ഈ എംബോളൈ നമ്മുടെ വൈറ്റൽ ഓർഗൻസിലൊന്നും എത്താതിരിക്കുക. സോ അതിനുവേണ്ടി പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന പൊസിഷനാണ് Trendelenburg and on their left side. അതായത് ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷനിലേക്ക് പേഷ്യന്റിനെ കിടത്തുന്നത് മൂലം ഈ എംബോളൈ പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് ട്രാവൽ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രെൻഡൻബർഗ് എന്ന് പറഞ്ഞാൽ ഹെഡ് ഡൗൺ പൊസിഷനാണ്. അതുമൂലം എംബോളൈ കൊറോണറി ആർട്ടറീസിലേക്ക് എൻട്രി ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. കൊറോണറി ആർട്ടറീസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. സോ ട്രെൻഡൻബർഗ് പൊസിഷനിൽ കിടക്കുന്നത് മൂലം കൊറോണറി ആർട്ടറിയിലേക്ക് എൻട്രി ചെയ്യില്ല. ലെഫ്റ്റ് ലാറ്ററലിലേക്ക് ആയതുകൊണ്ട് ലങ്സിലേക്ക് ഈ എംബോളൈ എൻട്രി ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ, വിച്ച് പൊസിഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ ലംബാർ പങ്ക്ചർ? ഓപ്ഷൻസ് ആർ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ, lateral position, prone position and dorsal recumbent position. ലംബാർ പങ്ക്ചർ എന്ന് പറഞ്ഞാൽ സ്പൈനൽ ഫ്ലൂയിഡിന്റെ കളക്ഷൻ ആണ്. സ്പൈനൽ കനാലിൽ നിന്നും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നതിനാണ് ലംബാർ പങ്ക്ചർ ഓർ സ്പൈനൽ ടാബ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് സ്പൈനൽ റീജിയൻ ആണ്. പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യേണ്ട പൊസിഷൻ ലാറ്ററൽ പൊസിഷൻ ആണ്. അതായത് ലാറ്ററൽ പൊസിഷനിൽ പേഷ്യന്റ് സി ഷേപ്പിലാണ് കിടക്കേണ്ടത്. ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഫീറ്റൽ പൊസിഷൻ. ഇങ്ങനെ കിടക്കുന്നത് പോലെ സ്പൈനൽ ഏരിയ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായി സാധിക്കും. അതുപോലെ ആഫ്റ്റർ പ്രൊസീജിയർ, ആഫ്റ്റർ ലംബാർ പങ്ക്ചർ പേഷ്യന്റിന് നമ്മൾ സുപ്പൈൻ പൊസിഷനിലായിരിക്കണം കിടത്തേണ്ടത്. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പൊസിഷൻ ആഫ്റ്റർ കാറ്ററാക്ട് സർജറി. ഓപ്ഷൻസ് ആർ സ്ലീപ്പ് ഇൻ സുപ്പൈൻ പൊസിഷൻ, sleep on unaffected side with elevated head of the bed, sleep on the affected side with elevated head of the bed, sleep in prone position. Then the correct answer option B, sleep on unaffected side with elevated head of the bed. പേഷ്യന്റിന്റെ ഹെഡ് ആൻഡ് എലിവേറ്റ് ചെയ്തിരിക്കണം. നോൺ എർപ്പറേറ്റീവ് സൈഡിലേക്കായിരിക്കണം പേഷ്യന്റ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്നത് മൂലം പേഷ്യന്റിന്റെ ആ ഏരിയയിൽ ഉണ്ടാകുന്ന എഡിമ പ്രിവെന്റ് ചെയ്യാൻ ഇത് സഹായിക്കും. The next one, which position is suitable for patients after mastectomy? Options are side lying on unaffected side, semi-fowlers with affected arm on pillow, supine with elevated affected arm, Trendelenburg position. Mastectomy എന്ന് പറഞ്ഞാൽ removal of the breast tissue. The correct answer is option B, semi-fowlers with affected arm on pillow. അതായത് ഈ പൊസിഷനിൽ ഇങ്ങനെ കിടക്കുന്നത് മൂലം പേഷ്യന്റിന്റെ ലിംഫാറ്റിക് ഡ്രൈനേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീച്ചസ് പൊസിഷൻ ഈസ് യൂസ്ഡ് ഫോർ. ഓപ്ഷൻസ് ആർ ലാമിനെക്ടമി, ലാപ്പറോട്ടമി, ലാരിഞ്ചെക്ടമി, ഹെമറോയിഡെക്ടമി. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ലാമിനെക്ടമി. ലാമിനെക്ടമി എന്ന് പറഞ്ഞാൽ വെർട്ടിബ്രയുടെ ഏതെങ്കിലും പാർട്ടിന്റെ റിമൂവൽ ആണ് സ്പൈനൽ കോഡിന് ഉണ്ടാകുന്ന കംപ്രഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി. സോ നീച്ചസ്റ്റ് പൊസിഷനിൽ കിടക്കുമ്പോഴത്തേക്ക് സ്പൈനൽ റീജിയൻ മാക്സിമം നമുക്ക് ആക്സസ് ചെയ്യാനായി പറ്റും. ലാപ്പറോട്ടമിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മോസ്റ്റ് കോമൺലി സുപ്പൈൻ പൊസിഷൻ ഓർ ട്രെൻഡൻബർഗ് പൊസിഷൻസ് ആണ്. ലാരിഞ്ചെക്ടമി നടത്തുന്നത് സുപ്പൈൻ പൊസിഷനിലാണ്. ഹെമറോയിഡെക്ടമിക്ക് വേണ്ടി ലാറ്ററൽ പൊസിഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. Then next one, which position is suitable for pelvic surgeries? Options are lateral position, reverse Trendelenburg position, supine position and Trendelenburg's position. Option D, Trendelenburg position ആണ് correct answer. അതായത് Trendelenburg പൊസിഷനിൽ കിടക്കുമ്പോഴത്തേക്ക് ഗ്രാവിറ്റി ഫോഴ്സ് കാരണം അബ്ഡോമിനൽ ഓർഗൻസ് എല്ലാം പെൽവിക് റീജിയനിൽ നിന്ന് പുള്ളി ചെയ്ത് മാറ്റും. സോ പെൽവിക് ഓർഗൻസിന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പെൽവിക് സർജറീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് Trendelenburg's പൊസിഷൻ ആണ്.
Next question, which position a nurse should place the patient with pulmonary edema? Options are high fowler's position, lateral position, prone position, orthopenic position. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹൈ ഫൗളേഴ്സ് പൊസിഷൻ. അതായത് ഹൈ ഫൗളേഴ്സ് പൊസിഷനിൽ കിടക്കുമ്പോഴത്തേക്ക് പൾമണറി എഡിമ മൂലമുണ്ടാകുന്ന ലങ് കഞ്ചക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ വെന്റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹൈ ഫൗളേഴ്സ് പൊസിഷൻ സഹായിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് പൊസിഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ എംറ്റിയിങ് ഗട്ട്? ഓപ്ഷൻസ് ആർ lateral position, reverse Trendelenburg position, prone position, Trendelenburg position. ഗ്യാസ്ട്രിക് കണ്ടന്റിന്റെ എംറ്റിയിങ്ങിന് സഹായിക്കുന്ന പൊസിഷനാണ് ഓപ്ഷൻ ബി റിവേഴ്സ് ട്രെൻഡൽബർഗ് പൊസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പൊസിഷൻ എ നഴ്സ് ഷുഡ് പ്ലേസ് പേഷ്യന്റ് ആഫ്റ്റർ കാർഡിയാക് കത്തീഡ്രൈസേഷൻ? ഓപ്ഷൻസ് ആർ supine with elevated head end not more than 30 degree, sitting position, semi-fowler's position, orthopenic position. Correct answer is option A, supine with elevated head end not more than 30 degree. അതുപോലെ കാർഡിയാക് കത്തീഡ്രേഷൻ നടത്തിയ പേഷ്യന്റിന്റെ ഏത് എക്സ്ട്രിമിറ്റി ആണോ പ്രൊസീജിയറിന് യൂസ് ചെയ്തത് ആ എക്സ്ട്രിമിറ്റി ബെഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ആർട്ടീരിയൽ ഒക്ലൂഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പേഷ്യന്റ് സുപ്പൈൻ പൊസിഷനിലായിരിക്കണം. ഒരിക്കലും ഹെഡ് എൻഡ് മോർ ദാൻ 30 ഡിഗ്രി എലിവേറ്റ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which turning intervention would be best for positioning a patient after spinal surgery? Options are lateral position, reverse Trendelenburg's position, log rolling, Trendelenburg's position. ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ലോഗ് റോളിംഗ്. നമ്മൾ റീപൊസിഷനിങ് ചെയ്യുമ്പോൾ ലോഗ് റോളിംഗ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്പൈനിനെ സ്ട്രെയിറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഈ മെത്തേഡ് സഹായിക്കും. നെക്സ്റ്റ് വൺ, which position a nurse should place the patient for providing cleansing enema? Options are Sims position, left lateral position, right lateral position and Niches position. The correct answer is Sims position. Sims position ഒരു സെമി പ്രോൺ പൊസിഷൻ ആണ്. പേഷ്യന്റ് ലെഫ്റ്റ് സൈഡിലേക്കാണ് കിടക്കുന്നത്. ഇങ്ങനെ കിടക്കുമ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് കാരണം എനിമ സൊല്യൂഷൻ നമ്മുടെ കോളന്റെ നാച്ചുറൽ ഡയറക്ഷനിലേക്ക് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. അതുകൊണ്ട് ക്ലെൻസിങ് എനിമ കൊടുക്കുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സിംസ് പൊസിഷൻ.